വീണതാണ്. ഈ തിരക്കും ഇതുകൊണ്ട് അങ്ങനെയോ അടന്ന് വീണുപോയി. അങ്ങനെ എല്ലാം പോയി. ഇപ്പം കളക്ടർ എല്ലാരും രണ്ടുപേരാണെന്ന് തോന്നുന്നു. തേനീച്ചക്കൂട് വലിയ കൂടുള്ളൂ. ഇതിന്റെ ഈ ബിൽഡിംഗിന്റെ ബാക്കിൽ ഒരുപാട് കൂടുകൾ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. തിരുവനന്തപുരം കളക്ടറേറ്റിലെ ഇമെയിൽ ഐഡിയിലേക്കായിരുന്നു അത്തരത്തിൽ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണി സന്ദേശം വന്നത്. അതിന് പിന്നാലെ തന്നെ ഈ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി ഇവിടെ ഒരു പരിശോധന ശക്തമാക്കിക്കൊണ്ട് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിൽ ഒരു പരിശോധന തുടങ്ങിയത്. ഈ കളക്ടറേറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ എല്ലാം തന്നെ പുറത്തേക്ക് മാറ്റിക്കൊണ്ടായിരുന്നു ആ പരിശോധന തുടങ്ങിയത്. പക്ഷെ ആ ഒരു പരിശോധന നടക്കുന്ന സമയത്ത് ഇപ്പോൾ കളക്ടറേറ്റിൽ ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇപ്പോൾ ഇളകിയിരിക്കുകയാണ്. ആ തേനീച്ച ഇവിടെ എല്ലാം പടർന്ന ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് ഈ തേനീച്ചയുടെ കുത്തേറ്റ് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ജീവനക്കാരനാണോ? ഇതെന്താ സംഭവിച്ചത്? തേനീച്ച ലൈവായിട്ട് വെറുതെ വീണതാണ്. ഈ തിരക്കും ഇതുകൊണ്ട് അങ്ങനെയോ അടന്ന് വീണുപോയി. അങ്ങനെ എല്ലാം പോയി. ഇപ്പം കളക്ടർ എല്ലാരും രണ്ടുപേരാണെന്ന് തോന്നുന്നു. തേനീച്ചക്കൂട് വലിയ കൂടുള്ളൂ. ഇതിന്റെ ഈ ബിൽഡിംഗിന്റെ ബാക്കിൽ ഒരുപാട് കൂടുകൾ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അതിൽ ഒന്നെങ്ങനെയോ അടന്ന് വീണതാണ്. അത് ഇപ്പൊ എന്താ മുഴുവൻ ഇങ്ങനെ പാറി പറന്നുകൊണ്ട് എല്ലാവരുടെയും ഇവിടെ എല്ലാം തന്നെ തേനീച്ചയാണ് വളരെ വലിയ രീതിയിൽ പുറത്തു നിന്ന്. കാരണം പ്രത്യേകിച്ച് ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് ഈ തേനീച്ചക്കൂട് അടർന്ന് വീഴുന്ന സമയത്ത് ഈ ആളുകളൊക്കെ തന്നെ ഈ കളക്ടറേറ്റിലെ ജീവനക്കാരൊക്കെ തന്നെ പുറത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. കാരണം ഈ തെരച്ചിലിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി എല്ലാവരും തന്നെ പുറത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ജീവനക്കാരൊക്കെ തന്നെയും നിന്നിരുന്നത്. ആ സമയത്താണ് തേനീച്ചക്കൂട് താഴേക്ക് ഇളകി വീണത്. ഇപ്പോൾ നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലിന് പ്രശ്നമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെയൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഈ തേനീച്ച ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് ബസ്സിലും അതുപോലെ തന്നെ കാറുകളിലുമൊക്കെയായി കയറ്റിയാണ് ആളുകളെ പുറത്തേക്ക് മാറ്റുന്നത്. ഇവിടെയൊക്കെ തന്നെയും തേനീച്ച വലിയ രീതിയിൽ ആളുകളെയൊക്കെ തന്നെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നു വന്നതിനിടെയാണ് ഇത്തരത്തിൽ തേനീച്ച കൂടി ഇളകി വന്ന് വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്ത, പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. നിരവധി പേർക്ക്, മാധ്യമപ്രവർത്തകർക്കും പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അടക്കം നിരവധി പേർക്ക് കുത്തേൽക്കുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്.